നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയാളുടെ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവര് വന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ഉറപ്പ് പറയാനാവും. അജയൻ തന്നെയാണെന്ന പോലീസിന്റെ നിഗമനം. സർ, അതിന് എന്നെ വിളിക്കാൻ പറഞ്ഞ എന്തിനാ? കളക്ടർ മാഡം പറഞ്ഞപ്പോ അർച്ചനയുടെ പരിചയത്തിലുള്ള ഒരു ധനുഷിനെ പറ്റി പറഞ്ഞിരുന്നു. അയാള് ആളെങ്ങനെയാ? അത് പിന്നെ അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം. എനിക്കിപ്പോ അറിയേണ്ടത് മറ്റൊരു കാര്യമാണ്. ഞാൻ അർച്ചനയുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിരുന്നുണ്ട്. ഒരു മാലയുടെ ഫോട്ടോ. ആ മാല എവിടെയെങ്കിലും കണ്ടതായി ഓർമ്മയുണ്ടെങ്കിൽ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണം. മാലയോ? അതെ. അജയന്റെ എന്ന് സംശയിക്കുന്ന ആ ബോഡി കിട്ടിയപ്പോ ആ ഷർട്ടിന്റെ ബട്ടണിൽ കുടുങ്ങിക്കിടന്ന മാലയത്. ഞങ്ങളുടെ ചില സംശയങ്ങൾ ക്ലിയർ ചെയ്യാനാ ഞാൻ അർച്ചനയുടെ ഫോണിലേക്ക് ആ സ്വർണമാലയുടെ ഫോട്ടോ ഫോർവേഡ് ചെയ്യുന്നു. ആ ഫോട്ടോ കണ്ടിട്ട് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും എന്നെ വിളിക്കണം. ശരി സർ, ഞാൻ വിളിക്കാം. ഓക്കെ അർച്ചന, ഫോട്ടോ ഞാൻ ഇപ്പം അയക്കാം. അർച്ചനേട്ടത്തി, ഇതെന്താ ഫോണിൽ നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന? എന്താ? നീ കണ്ടിട്ടുണ്ടോ ഇത്? എനിക്കറിയില്ല. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഏട്ടത്തി ഇത്. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ആരുടെ ഇത്? ഏട്ടത്തി, ഇത് ധനുഷിന്റെ മാലയാ. അതെ, ഇത് അവന്റെ തന്നെയാ. ഉറപ്പാണോ നിനക്ക്? ഉറപ്പാ. അവന്റെ കഴുത്തിന് ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോ അജയന് ധനുഷ് കൊന്നാണോ? അതെങ്ങനെയാ? അവനെ കെട്ടിയിട്ടത് നമ്മളല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.